എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം, ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒട്ടുമിക്ക വീടുകളിലും ചെറുപ്പക്കാരായിട്ടുള്ള ആൺകുട്ടികളാണെങ്കിലും ശരി, പെൺകുട്ടികളാണെങ്കിലും ശരി, അവർ നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികളാണ്, നല്ല വിദ്യാഭ്യാസം നേടിയവരാണ്. എന്നിരുന്നാലും അവർ വിചാരിച്ച പോലെ രീതിയിൽ അവർക്ക് നല്ല ജോലിയോ അല്ലെങ്കിൽ അവരുദ്ദേശിച്ച രീതിയിലുള്ള അവരുടെ വിവാഹമോ, പ്രായം ഏകദേശം 30 അല്ലെങ്കിൽ ഒരു 35 വയസ്സായിട്ടും അവർ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മളുടെ നാട്ടിൽ കണ്ടുവരുന്നത്. അപ്പോൾ ഇതിനെല്ലാം കാരണം എന്താണെന്ന് നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആലോചിച്ചിട്ടുണ്ടാവില്ല. ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കാരും ഇത് കൊണ്ടുവന്ന് തരില്ല. നമ്മളിത് വേണമെന്ന് വെച്ചാൽ നമ്മൾ നേരെ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു സ്ഥിതിവിശേഷങ്ങളാണ് ഇന്ന് നടക്കുന്നത്. എന്നിരുന്നാലും മൂന്ന് തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ യഥാവിധി അത് പാലിച്ചു കൊണ്ടുപോയാൽ ഒരു പരിധി വരെ നമ്മളുടെ വിചാരിച്ച കാര്യങ്ങൾ, അതേപോലെ ധാരാളം സമ്പത്ത്, അഭിവൃദ്ധി, ആയുരാരോഗ്യം, അതേപോലെ തന്നെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കാൻ നമ്മൾക്ക് സാധിക്കും. അതിൻ്റെ ചെറിയൊരു കാര്യമെന്ന് പറയുന്നത്, ഇത് നമ്മൾ പുറമേന്ന് തുടങ്ങിയിട്ട് കാര്യമില്ല, നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. വീട്ടിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ തുടങ്ങുക? നമ്മൾ ആദ്യം നമ്മുടെ ഒരു വസ്തുവിനെ മനസ്സിലാക്കണം. വസ്തു മീൻസ് നമ്മൾ സ്ഥലമാവാം, വീടാവാം, ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളാവാം. അത് നമ്മുടെ സ്ഥലമാണ്, അതൊരു വസ്തുവാണ്. പിന്നീട് നമ്മൾ എന്ത് വേണം? വസ്തു കഴിഞ്ഞിട്ട് വാസ്തു മനസ്സിലാക്കണം. വാസ്തു എന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ചുറ്റുപാടുകൾ, അതിൽ വല്ല പാളിച്ചകളുണ്ടോയെന്ന്. ഇങ്ങനെ പാളിച്ചകൾ പലതും നമ്മൾ അറിയാത്ത രീതിയിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളെ പല കാര്യങ്ങൾക്കും തടസ്സം വരും എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പല ആളുകൾക്കും ദൈവവിശ്വാസം ഉണ്ടാവില്ല, ദൈവത്തിൽ വിശ്വാസമില്ല. ദൈവം എന്ന് പറയുന്നത് നമ്മൾക്ക് കാണാൻ കഴിയാത്ത, അല്ലെങ്കിൽ നമ്മൾ സ്വയം രൂപകൽപ്പന ചെയ്യുന്ന ഒരു സങ്കല്പമാണ് ദൈവം. ദൈവത്തിന് രൂപം നമ്മൾ സൃഷ്ടിക്കുന്നതാണ്. മനുഷ്യനാണ് ഈ ദൈവത്തിനുള്ള രൂപം സൃഷ്ടിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെയാണ്, ആ വിഗ്രഹത്തിൻ്റെ രൂപവും കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമ്മളതിനെ ഇത് ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്ന് പറയും. മഹാലക്ഷ്മി ആണെങ്കിൽ ആടാഭരണത്തോടുകൂടെ നേരെ ആഭരണങ്ങൾ ധരിച്ച് എല്ലാവർക്കും അനുഗ്രഹം ചൊരിഞ്ഞ് ധനം വർഷിക്കുന്ന രീതിയിലുള്ള അത് മഹാലക്ഷ്മി. അങ്ങനെ ഓരോ ഇതിനും അടയാളം, സിംബോളിക്കായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ വസ്തുവിനെ മനസ്സിലാക്കുക, അത് കഴിഞ്ഞ് നമ്മുടെ വാസ്തു മനസ്സിലാക്കുക. ഇത് രണ്ടും കൃത്യമായി കഴിഞ്ഞാൽ നമുക്കെന്തുണ്ട്? തഥാസ്തു, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഇത് കായിക കാര്യങ്ങളൊന്നും വെറുതെ പറയുന്നതല്ല. ഇത് 100% അനുഭവത്തിലൂടെ തെളിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ജോലി ലഭിക്കാത്തതിൻ്റെയും, അല്ലെങ്കിൽ അവർക്ക് ആഗ്രഹിച്ച പോലെയുള്ള ഒരു നല്ലൊരു മംഗല്യം നടക്കാത്തതിൻ്റെയൊക്കെ കാരണം, നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ആയിരിക്കണം അതിൻ്റെ തുടക്കം. നമ്മൾ താമസിക്കുന്ന ഗൃഹത്തിനെ നമ്മൾ നോക്കണം. ആ ഗൃഹത്തിൽ എന്തെങ്കിലും തകരാറുകളുണ്ടോ നോക്കണം. ചിലപ്പോൾ ഗൃഹത്തിൻ്റെ തകരാറ് കൊണ്ടായിരിക്കാം നമുക്കങ്ങനെ കാര്യങ്ങൾക്കൊക്കെ തടസ്സം നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ
നമുക്ക് വിജയത്തിലേക്ക് എത്താം എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എങ്ങനെ നമുക്ക് ആ വിജയം നേടിയെടുക്കാമെന്നും നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് ലക്ഷ്യപ്രാപ്തി എങ്ങനെ നേടാമെന്നും എന്നാൽ കഴിയുന്ന അറിവ് വെച്ച്, എനിക്ക് ലഭിച്ച എൻ്റെ ഗുരുനാഥന്മാരിൽ നിന്ന് ലഭിച്ച അറിവുകൾ വെച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അത് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ 100% നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. അതിന് ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമസ്തേ.